ദൈവവുമായിട്ട് നേരിട്ട് സംസാരിക്കുക, നമ്മളുടെ കാര്യം ദൈവത്തോട് പറയുക, ദൈവം പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിപ്പിക്കുക, മറ്റുള്ളവരെ കേൾപ്പിക്കുക. എന്താ അല്ലേ ലോകം എന്തുമാത്രം മാറിയിരിക്കുന്നു. ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ച് റെക്കോർഡ് ചെയ്ത് വെച്ച് ഇതിനകത്ത് കർത്താവ് എന്നോട് സംസാരിച്ചതാ. എന്നെ മുറിയിൽ വന്ന് ലിസൺ. ഇത് കേട്ട് കഴിയുമ്പോൾ കൈയടി വരത്തില്ല, അതുകൊണ്ട് ഇപ്പൊ അടിച്ചോ. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു, ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. വിശ്വാസികൾ, ഞാൻ ഇങ്ങനെയുള്ളവരെ കുറ്റപ്പെടുത്തുന്നതില്ല. ഞാൻ എപ്പോഴും പറയുന്നത് ടിനു ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ കുറ്റമല്ലേ. പുള്ളി ജനങ്ങളോട് ഇങ്ങനെ കാര്യം പറയുമ്പം അത് കേൾക്കാനും കൈയടിക്കാനും ആയിരങ്ങൾ അവിടെ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പുള്ളിയുടെ അനുയായികളാണ്. ഇത് ഇന്ന് തന്നെ അല്ല, എത്രയോ നാളായിട്ട് ഇങ്ങനെയൊക്കെയുള്ള എല്ലാ മതങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. വിശ്വാസികളെ അവരുടെ രീതിയിലേക്ക് കൊണ്ടുവരാൻ ഇവർക്ക് പ്രത്യേക ഒരു കരിഷ്മയുണ്ട്. ചില ചെറിയ ചെറിയ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ളവർ കൂടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഈ പ്രാർത്ഥന എന്ന് പറയുന്ന സാധനം വീട്ടിലെല്ലാവരും കൂടെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ തന്നെ ഐശ്വര്യം ഉണ്ടാകുമായിരിക്കാം അല്ലേ, അല്ലെങ്കിൽ എല്ലാവരുടെയും കൂടെ ഒരു ഒത്തൊരുമ ഉണ്ടാകുമായിരിക്കാം. അതൊന്നും ചെയ്യാതെ കൂട്ടമായി കൂടിയിരുന്ന് ഇവരെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചിട്ട് ഈ പാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാകുന്നത് കോടിക്കണക്കിന് രൂപ. ഒന്നുമില്ലായ്മയിൽ നിന്ന് പലരും വന്നിട്ട് ഇപ്പം കോടികളുടെ അധിപതിയായിട്ടുണ്ട്. നാട് നീള വസ്തുക്കൾ മാറ്റിയിരുന്നു. സ്വിസ് ബാങ്കിലൊക്കെ പലർക്കും നിക്ഷേപങ്ങൾ, കോടികളുടെ ആസ്തികൾ ഇവരുണ്ടാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരാൾ പ്രചരിപ്പിക്കുന്നു, അത് കേട്ട് കൈയടിക്കാൻ കുറച്ച് വിശ്വാസികൾ വേറെ. ടിനു ജോർജ് എന്ന് പറയുന്ന വ്യക്തി കുറച്ച് ദിവസം മുമ്പ് പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞുകൊണ്ടിരുന്ന വാചകങ്ങളാണ്. പുള്ളി ജോലിയെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെ ദേണ്ട കർത്താവ് ഇരിക്കുന്നു. അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞത്രേ. അദ്ദേഹം അതെല്ലാം റെക്കോർഡ് ചെയ്ത് വിശ്വാസികളെ കേൾപ്പിക്കുക. അപ്പം ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ കഴിഞ്ഞ് കൊയ്യടിക്കുന്നു. ഞാൻ ഈ ടിനു ജോർജിനെ പോലുള്ളവരുടെ കാര്യം തന്നെ അല്ല പറഞ്ഞത്. ഒത്തിരി അന്ധവിശ്വാസങ്ങൾ ഈ സമയത്ത് നമ്മൾ 21 നൂറ്റാണ്ടുകൾ മാറും തോറും നമ്മുടെ അന്ധവിശ്വാസത്തിൻ്റെ അളവ് വളരെയധികം കൂടുക. എല്ലാ മതത്തിലും ഉണ്ട് ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത്. അന്ധമായ വിശ്വാസം എന്ന് പറയുന്നത് അന്ധമായ വിശ്വാസമാകാം, ഞാൻ പറഞ്ഞില്ലേ. അത് അന്ധവിശ്വാസത്തിലേക്ക് പോകുമ്പോഴാണ് അത് നാടിന് വലിയൊരു ആപത്താണ്. ഈ ടിനുവിനെ പോലുള്ള വ്യക്തികളെ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ കോടിക്കണക്കിന് രൂപയുടെ ആസ്തികൾ അല്ലേ, വസ്തുക്കൾ, അങ്ങനെ പലതും അവർ കൈപ്പിടിയിൽ ഒതുക്കും. ഇപ്പം എനിക്ക് തന്നെ കോടികളുടെ ആസ്തികൾ വേണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പം നമ്മൾ ഏത് നീചമായ മാർഗത്തിലേക്കും പോയി വിശ്വാസികളിൽ നിന്ന് കാശ് പിടുങ്ങുകയും അത് എന്താ ചെയ്യുന്നത്, പലർക്കായിട്ടും വീതിച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഇവരുടെ രീതിയാണ്. പക്ഷേ കിട്ടുന്നതിൻ്റെ ഒരു അംശം മാത്രമേ അങ്ങനെയുള്ള ഉപയോഗിക്കത്തുള്ളൂ. അതൊരു മറവ് മാത്രമാണ്. അപ്പോൾ ഇപ്പം ഈ കാലത്ത് നമ്മൾ എടുത്തു നോക്കിയാൽ പല ആൾക്കാരും ഈ രീതിയിൽ പണക്കാരായവരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ക്രിസ്ത്യൻ മതത്തിനെ മാത്രമല്ല ഞാൻ കുറ്റം പറഞ്ഞത്, എല്ലാ മതത്തിനും ഇങ്ങനെയുള്ള ചില വ്യക്തികളുണ്ട്. അവരെ നമ്മൾ എന്തിന് കുറ്റം പറയുന്നു എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ വെട്ടീരിൻ്റെ കഥകൾ, വെട്ടീര് ഫൈബർ വെട്ടീര്, മറ്റേ വെട്ടീര്, മറിച്ചേ വെട്ടീര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടി വിയിലും പോലീസും എല്ലാം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ ചാടിക്കൊണ്ടിരിക്കും. അതാണ് മനുഷ്യൻ്റെ ഒരു കാര്യം. അത്യാഗ്രഹമാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമാണ് ഇതിൻ്റെ പുറകെ പോകുന്നവരെയും ഭരിക്കുന്നത്. എന്നിട്ട് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് രൂപ പോയി. ഇപ്പം തന്നെ
ഓൺലൈൻ തട്ടിപ്പുകൾ പലതും വരുന്നുണ്ട്. ടി വിയിലായാലും പല രീതിയിലായാലും പലരും ഇതിനെപ്പറ്റി അവബോധ ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ എന്തോ പ്രയോജനം? വീണ്ടും അതിൽ തന്നെ ചിന്തയാടും ഇല്ലേ? ഒരു പ്രാവശ്യം നമ്മൾ പലപ്പോഴും ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച തണുത്ത വെള്ളം കണ്ടാൽ അറയ്ക്കുമെങ്കിലും മനുഷ്യൻ അങ്ങനൊന്നുമല്ല. എത്ര ചൂടുവെള്ളത്തിൽ വീണാലും വീണ്ടും വീണ്ടും വീണുകൊണ്ടിരിക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പുള്ളി ഈ കാര്യം പറഞ്ഞപ്പം പുള്ളിയെ പ്രകീർത്തിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ ഇരുന്ന് കൈയടിക്കുന്നത് കാണുമ്പോഴാണ് അവരോടാണ് എനിക്ക് അവജ്ഞ, അല്ലാതെ ഈ ടിനുവിനെ പോലുള്ള ആൾക്കാരോടല്ല. കാരണം അവർ പണം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ട്, ഇപ്പോൾ ദൈവം, അത് യേശുക്രിസ്തു വായിക്കില്ല, യേശുക്രിസ്തുവിനെ തന്നെ എടുക്കാം. യേശുദേവൻ ഇപ്പോൾ അവതരിച്ചിരുന്നെങ്കിൽ, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായിരുന്നെങ്കിൽ, ആ ചാട്ടവാർ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെയുള്ളവരുടെ പുറത്ത് ഡും ഡും എന്ന് അടിച്ചേനെ അല്ലേ, അടിച്ചിട്ട് ഓടിച്ചേനെ, എന്നിട്ട് ഇവനന്മാരെയൊക്കെ കുരിശിലേക്കേനെ, ആ രീതിയിലേക്ക് വന്നേനെ. പക്ഷെ അതൊന്നുമല്ല. ഇപ്പം ജനങ്ങളെ ഏത് രീതിയിലും വിഡ്ഢികളാക്കി കാശ് കൊയ്യുക എന്നുള്ളത്. നമ്മൾ ടി വികളിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ ഒരു മംഗല്യസൂത്രം ധരിക്കുക, രത്നക്കല്ലുകൾ ധരിക്കുക, ധനലക്ഷ്മി യന്ത്രം ധരിക്കുക, അങ്ങനെയൊക്കെയുള്ള പല തട്ടിപ്പുകൾ പറയുന്നത്. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ ധനലക്ഷ്മി യന്ത്രം ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധനം ഉണ്ടാവുകയാണെങ്കിൽ ഈ പറയുന്നവർക്ക് കുറച്ച് ധനലക്ഷ്മി യന്ത്രം എന്തുമാത്രം കാശായിരിക്കും അവർക്കല്ലേ? അവരുടെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുടെ കാശായിരിക്കും. ഈ ധനലക്ഷ്മി ആകുമ്പോൾ അവരുടെ കയ്യിലിരിക്കുമല്ലേ എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. ആ പറയുന്നതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തു വരുന്ന രീതി. അതുപോലെ മുസ്ലിം സമുദായത്തിലും ഉണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പം നല്ല രീതിയിൽ ഈ സമുദായിക മേലെത്തിയ അധ്യക്ഷന്മാർ നല്ല രീതിയിലുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഈ പൂജാരിമാരായാലും അതുപോലെ അച്ഛന്മാരായാലും മുസ്ലിയാർമാരായാലും നല്ല രീതിയിൽ ഒന്നും ലാഭമൊന്നും ഇച്ഛിക്കാതെ ജനങ്ങളുടെ ക്ഷേമം മാത്രം, അല്ലെങ്കിൽ എല്ലാം ദൈവത്തിന് അർപ്പിച്ച് ദൈവഭക്തിയോടെ ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ ചില ന്യൂനപക്ഷങ്ങൾ ജനങ്ങളെ തമ്മിലടിപ്പിക്കുക, ആ വിശ്വാസത്തിലൂടെ ജനങ്ങളിൽ നിന്ന് കാശ് പിണുക, അത് തങ്ങളുടെ സുഖസൗകര്യത്തിന് വേണ്ടി വിനിയോഗിക്കുക. ഇതാണ് ഇവരുടെ ഒരു രീതി. ഇത് എത്ര നമ്മൾ പറഞ്ഞാലും രാഷ്ട്രീയക്കാരൊക്കെ പൊതുവെ ഇവരുടെ കൂടാണ്. ഇവർക്ക് എപ്പോഴും നമ്മൾ തോന്നുന്നു ഇവരുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരുണ്ട്, ഇവർ എന്ത് പറഞ്ഞാലും കേൾക്കാൻ, ഇപ്പം ചാവാൻ പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറ്, അല്ലെങ്കിൽ ക്യാൻസറിനെ പോലുള്ള രോഗം മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ആളുണ്ട് എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും കണ്ടു കഴിയുമ്പോൾ എനിക്ക് ഈ ചിരിക്കാൻ തോന്നുമ്പം എനിക്ക് തോന്നുന്നു കോമഡി ഷോകളൊന്നും അല്ല ഇപ്പം ഞാൻ കാണുന്നത്. ഇങ്ങനെയുള്ള വീഡിയോ എടുത്ത് നോക്കും, പൊട്ടിച്ചിരിക്കാൻ തോന്നും. കാരണം നടുവൊക്കെ തളർന്ന് കാലും എല്ലാം തളർന്ന വ്യക്തിയെ കൊണ്ടുവന്ന് സ്ട്രെച്ചറിൽ കൊണ്ടുവന്ന് ആ സ്റ്റേജിലേക്ക് ഇട്ടിട്ട് എണ്ണിക്കാൻ പറഞ്ഞു കഴിയുമ്പം എണ്ണിച്ചു വരുന്ന എൻ്റെ നടുവേദന മാറി, എൻ്റെ നടുവേദന പമ്പ് കടന്നു, എൻ്റെ മുട്ടിന് വേദന മാറി എന്നൊക്കെ പറയുമ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ഈ ആശുപത്രിയൊക്കെ തല്ലിപ്പൊട്ടിക്കും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പക്ഷേ ഈ പറയുന്നവർക്ക് ഏതെങ്കിലും അസുഖം വരുവാണെങ്കിൽ അവർ നേരെ ഹോസ്പിറ്റലിൽ പോയി കിടക്കും എന്നുള്ളതും വേറൊരു സത്യമാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ ഇതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുക. ചിലവരൊക്കെ ക്യാൻസർ വന്നവരുടെയൊക്കെ ക്യാൻസർ ഭേദമാക്കി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ശാസ്ത്രത്തിന് പോലും ഇത്രയും നാളും തീർക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ ഈ വൈദ്യലോകം പോലെ പങ്കച്ചിരിക്കുന്ന പല രോഗങ്ങൾക്കുള്ള മരുന്ന് ഇങ്ങനെ ഈ കൂട്ടറയിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ അതെല്ലാം വിശ്വസിച്ച് ഈ ചില കുറച്ച് പാവങ്ങളുണ്ട്, ഇവർ പറയുന്ന വാക്കുകൾ ഇങ്ങനെയുള്ളവർക്ക് സംസാരിക്കാൻ നന്നായി അറിയാം. എനിക്ക് തോന്നുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം വേണ്ടത് എന്ന് പറയുന്നത് സംസാരിച്ച് പ്രകടിപ്പിച്ച് ഒരു മനുഷ്യനെ വീഴ്ത്താനുള്ള കഴിവാണെന്ന് തോന്നുന്നു. അത് ജീവിതത്തിൻ്റെ ഏത് മേഖലയിലെടുത്താലും എനിക്ക് തോന്നുന്നു അങ്ങനെ ആ കഴിവുള്ളവനുണ്ടല്ലോ, വേറെ ഒരു സമ്പത്തും വേണ്ട, അവൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോളൂ. രാഷ്ട്രീയത്തിലായാലും നല്ല സുന്ദരമായിട്ട് സംസാരിക്കാൻ അറിയാവുന്നവൻ രാഷ്ട്രീയത്തിൽ വിജയിക്കും 100% ഉറപ്പാണ്. അതുപോലെ ഏത് ബിസിനസ്സിലായാലും ഏത് മേഖലയിലും നമുക്ക് ആവശ്യം ഒന്നും വേണ്ട, നമുക്ക് നന്നായി സംസാരിക്കാൻ അറിയാവുന്നവനോ ഇച്ചിരി മനസ്സിൽ കള്ളത്തരമുണ്ടോ അവൻ
നമ്മളെ പിടിച്ചിരിക്കും. ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞാനെല്ലാം പറയും, ഞാൻ സർവജ്ഞ വീടം കയറിയവനാണ്, എന്നെ ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാലും ഏതെങ്കിലുമൊക്കെ മനുഷ്യൻ്റെ വാക്കുകൾ നമ്മളും വീണുപോകും. അതാണ് ഈ സംസാരിച്ച് വരിയിലാക്കുക എന്നുള്ളവരോ. നമ്മൾ പലതും കേട്ടു, വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന പല കാര്യം തട്ടിപ്പുകളുമുണ്ട്. ഇതെല്ലാം തട്ടിപ്പുകളാണെന്ന് നമ്മൾ പലതവണ പറയുകയും ചെയ്യും. പക്ഷേ എന്നാലും നമ്മൾ ഇതിനകത്ത് വീണുപോകും. അത് തന്നെയാണ് ഈ കൂട്ടരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഞാൻ എപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അല്ല ദൈവം ഇപ്പോൾ അവതരിക്കുകയാണ്. ഇപ്പം ഈ ഹിന്ദു പുരാണങ്ങളിൽ പറയുന്നുണ്ട് അവതാരങ്ങൾ എടുക്കുന്നുണ്ടെന്ന്. അപ്പം വീണ്ടും ഒരു അവതാരം എടുക്കുകയാണെങ്കിൽ ഈ കൂട്ടരെ ആദ്യമേ ചെയ്യുന്നത് എന്താകും? ഈ കൂട്ടരെ ആയിരിക്കും ആദ്യമേ ശിക്ഷിക്കുന്നത്. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി പറയുന്നുണ്ട്. യേശുക്രിസ്തു വീണ്ടും ഉയർത്തെഴുന്നേറ്റാൽ ഈ കൂട്ടരെ ചാട്ടവാറ് കണ്ടടിച്ച് ഈ നാട് കടന്നു. അപ്പം അങ്ങനെയാണ്. അപ്പം നമ്മളെപ്പോഴും വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്, വിശ്വാസം വേണം. അത് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയോ പള്ളിയിൽ പോയോ എവിടെ വേണമെങ്കിലും പോയി പ്രാർത്ഥിക്കാം. പക്ഷേ കാശ് കൊടുക്കണം. കാശ് കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഇതൊന്നും ഉണ്ടാകുന്നില്ല. അത് നമ്മൾ പ്രത്യേകം. പിന്നെ നമ്മളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ചെറിയൊരു കാണിക്കയായിട്ട് ആ ക്ഷേത്രങ്ങളിൽ പൊതുവേ എന്ന് പറഞ്ഞാൽ എണ്ണ മേടിച്ച് കൊടുക്കുക, കർപ്പൂരം മേടിച്ച് കൊടുക്കുക, വിളക്ക് കത്തിക്കുക, അവിടുത്തെ വഴിപാട് നടക്കുക. അത് നിസ്സാര കാശിനെ തീർക്കുന്ന കാര്യമുള്ളൂ. ഇത് ചിലവരൊക്കെ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. അങ്ങനെ കാശ് കൂടുതൽ കൊടുത്ത് ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിക്കാമെന്നെങ്കിലും ആരെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിഡ്ഢികളുടെ സ്വർഗത്താണെന്ന് തന്നെ പറയാം, അല്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവം എന്താണ്? കാശ് കൂടുതൽ കൊടുക്കുന്നവരെ ദൈവം സ്നേഹിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് വിശ്വാസമാകാം, അമിതമായ വിശ്വാസവും ഈ അന്ധവിശ്വാസവും ഒക്കെ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് അധ്വാനിച്ചാൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ചിന്ത. അധ്വാനിക്കുന്നവരുടെ കൂടെ തന്നെയാകാം ദൈവം എന്ന് ചിന്തിക്കുക. ഞാനൊരു നിസാര ഒരു കഥ പറയാം. ദൈവത്തിനെ സംബന്ധിച്ച് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ്. അപ്പം ഒരു പള്ളിയിൽ അച്ഛനും മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു പൂജാരി, അച്ഛന്മാർ, മുസ്ലിയാർ, അതിൻ്റെ കൂടെ ഒരു യുക്തിവാദിയും കൂടെ, ഇവർ 4 പേരും കൂടാണ് ഒരുപോലെ മരിക്കുന്നത്. മരിച്ചിട്ട് ഈ ദൈവത്തിൻ്റെ അടുത്ത് എത്തുന്നു. ഇവർ 4 പേരും കാത്തിരിക്കുക. ദൈവത്തിൻ്റെ കിങ്കരന്മാർ വന്ന് പറഞ്ഞു, നിങ്ങൾ 4 പേരും ക്ഷമയോട് കാത്തിരിക്കും. ഈ അച്ഛന്മാരുടെയൊക്കെ അങ്ങ് ഈ ദൈവത്തിൻ്റെ ദാസന്മാർ, ഈ പൂജാരിയുടെയും അതുപോലെ തന്നെ പള്ളിയുടെ അച്ഛൻ്റെയും മുസ്ലിയാരുടെയൊക്കെ ക്ഷമ അങ്ങ് നശിച്ചു. ഈ യുക്തിവാദി എന്ന് പറയുന്ന വ്യക്തി വളരെ ക്ഷമയോട് കാത്തിരിക്കുക. അല്പനേരം കഴിഞ്ഞ് കിങ്കരൻ വന്ന് പറഞ്ഞു, ആദ്യമേ യുക്തിവാദിയാണ് വിളിച്ചത്, നിങ്ങൾ കയറി ചെല്ലാൻ പറഞ്ഞു. യുക്തിവാദി കയറി ചെന്ന് ദൈവത്തോടെല്ലാം സംസാരിച്ചു. അതിനുശേഷം ഇവരെ 3 പേര്, പള്ളിയിൽ അച്ഛനെയും പൂജാരിയെയും മുസ്ലിയാരെയും 3 പേരെയും കൂടെ ഒന്നിച്ച് വിളിച്ച് ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവത്തിനോടൊപ്പം തന്നെ ഒരു സിംഹാസനത്തിൽ ഈ യുക്തിവാദി ഇരുത്തിയിരിക്കുക. ഇവരങ്ങ് ഞെട്ടിപ്പോയി. ഇവർ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞങ്ങൾ ഇത്രയും നാളും അങ്ങയെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയായിരുന്നു. പക്ഷേ ഇത്രയും നാളായിട്ടും ദൈവമേ എന്നൊരു വാക്കുച്ചരിക്കാത്ത അങ്ങേരെ പിടിച്ച് അങ്ങ് അടുത്തിരിക്കുന്നു. ഞങ്ങളോട് പുള്ളിയാണ് ആദ്യമേ വിളിച്ചത്, പക്ഷെ ഞങ്ങളെ രണ്ടാമതാണ് വിളിച്ചത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞതായിട്ടാണ് പറയുന്നത്. ഇവൻ ഒരിക്കൽ പോലും എന്നെ വിളിച്ച് ശല്യപ്പെടുത്തിയിട്ടില്ല. ഇവൻ അധ്വാനിച്ച് ജീവിക്കുകയായിരുന്നു, ഒരിക്കലും എന്നിൽ നിന്നൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ നിങ്ങളോ 24 മണിക്കൂറും ഒരു സൗകര്യവും തരാതെ എന്നെ വിളിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. വിളിക്കുന്നതിലല്ല, ചെയ്യുന്നതിലാണ് കാര്യം എന്ന് ദൈവം ഇവരെ ഓർമ്മിപ്പിച്ചതായിട്ടാണ് ഞാൻ കേട്ട കഥ. ഇപ്പം ഇതിനകത്ത് വേറെ പല കാര്യമുണ്ട്. നമ്മളെപ്പോഴും ദൈവങ്ങളോട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. പലരും അങ്ങനെയൊക്കെ തന്നെ. പരീക്ഷയെ പാസ്സാവണം, ജോലി കിട്ടണം, കല്യാണം നടക്കണം,
100 കൂട്ടം ആവലാതികളുമായിട്ടാണ് ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ പോകുന്നത്. എനിക്ക് തോന്നുന്നു സന്തോഷമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ പെട്ടെന്ന് ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ ഒരു തോന്നലൊന്നും ഉണ്ടാകുന്നില്ല. ഏതെങ്കിലും ആവശ്യം വന്നു കഴിയുമ്പോഴാണ് പെട്ടെന്ന് ഒരുങ്ങി നമ്മൾ ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ പോകുന്നത്. അപ്പം ആവശ്യത്തിന് വേണ്ടി ആകരുത് ദൈവത്തിനെ വിളിക്കുന്നത്. അപ്പം ദൈവത്തിനെ വിളിക്കുക എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കണം എന്നുള്ളൊരു പാഠം കൂടിയുണ്ട്. ആവശ്യമുള്ളപ്പം മാത്രം പുള്ളിയുടെ സഹായം തേടുക, നമ്മൾ അധ്വാനിക്കുക. അധ്വാനിച്ച് നമ്മളൊരു പരിധിയിൽ അപ്പുറം പോയി കഴിഞ്ഞാൽ മാത്രമേ ഒരു സഹായത്തിന് ദൈവത്തിനെ കൂട്ടിപ്പിടിക്കുക. ഈ പാഠം ഓർത്തിരുന്നാൽ വളരെ നല്ലത്. ഏതായാലും ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ആരും നാളെ ഈ കൂട്ടരുടെ അടുത്ത് പോകാതിരിക്കുമെന്നോ അവർ വീണ്ടും അല്ലേലുക അല്ലെങ്കിൽ ദൈവത്തെ ഇങ്ങനെ വിളിച്ചാൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ആദ്യമേ മനസ്സിലാക്കുക, ദൈവം എന്ന് പറയുന്നത് ഈ കൂട്ടരുടെ ഇടയിലല്ല, അധ്വാനിക്കുന്നവരുടെയും കഷ്ടപ്പെടുന്നവൻ്റെ ഇടയിലാണ് ദൈവമുള്ളത് എന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ സുഖലോലുപന്മാരായി നമ്മളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഈ കൂട്ടരുടെ വാക്കുകൾ നമ്മൾ കേൾക്കാൻ. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.